ദൈവപുത്ര, പുലരിയാവാൻ കാത്തു നിൽക്കുന്ന കാവൽക്കാരനെ പോലെ ഞാൻ നിനക്കായി കാത്തു നിൽക്കുന്നു. മക്കൾ എൻ്റെ സ്നേഹം തിരിച്ചറിയുന്നില്ല, എന്നാൽ എൻ്റെ മനസ്സോ അവരുടെ രക്ഷയ്ക്കായി തുടിക്കുന്നു. അച്ഛോ, ഈ പറഞ്ഞ അച്ഛൻ കൈ നീട്ടില്ലയോ? ഇത് വേദപുസ്തകത്തിലുള്ള അന്നോ? നീ വേദപുസ്തകം കണ്ടിട്ടുണ്ടോ? ഇതെന്റെ മനസ്സിലെ വേദപുസ്തകത്തിലുള്ളതാണ്. നിനക്ക് കാണണോ? എന്ത് ന്യായം പറഞ്ഞാലും ഔദ ഇങ്ങനെ അധികകാലം തണുപ്പിച്ച് കിടത്തരുത് മോനെ. എത്രയും പെട്ടെന്ന് ഔദ അടക്കണം. അത് നിന്റെ കടമയാകുന്നു. 10 പേര് കിടക്കുന്ന ഒരു സ്വർഗമായിരുന്നു ഔദ മുതലാളിയുടെ മനസ്സിൽ. 10 തീർത്തിരുന്നെങ്കിൽ മുതലാളിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരില്ലായിരുന്നു. എന്തെങ്കിലും മിണ്ടാനും പറയാനും ആരെങ്കിലും കൂട്ടിനുണ്ടാവുമായിരുന്നു. എന്നാ പിന്നെ നീ ഇവിടെ കിടന്നോടെ. ഒരു സങ്കടക്കാരൻ ബംഗ്ലാവിന്റെ താക്കോൽ എന്നെ ഏൽപ്പിച്ചിട്ട് താനും ഇവിടെ കിടക്കണമെന്നോ? ചാച്ചിന്റെ സന്തോഷാവട്ടെ. എന്താച്ചോ? ഒരുത്തനെ ഞാൻ എന്തായാലും ഇതിനകത്ത് കിടത്തം വർക്കിച്ച അതിനി അധികം സമയമില്ല. ഞാൻ പൊയ്ക്കോട്ടെ. സ്റ്റോർ മുറിയിൽ വെച്ചിരുന്ന എന്റെ സാധനങ്ങളാ, പിന്നെ ഔദപ്പാപ്പ വാങ്ങി തന്ന ഉടുപ്പും. ഇനി ഞാൻ വരണ്ടല്ലോ. എല്ലാം കിളിച്ചുണ്ടെന്ന് അച്ഛനെ ഏൽപ്പിച്ചിട്ട് ഞാനും പോയാലോ എന്നാലോചിക്ക. വീട്ടിലമ്മ തനിച്ച, ഔദപ്പാപ്പ ഇല്ലാതെ എനിക്കിവിടെ ഒറ്റയ്ക്ക് വയ്യ. അകത്തോട്ട് കയറാൻ പോലും തോന്നണില്ല. ഉലത്തി കളിച്ചത് മതി മക്കളെ. ദേ ഇത് കണ്ടോ, ത്രേസിയുടെ കത്ത. നിനക്ക എത്രയും പെട്ടെന്ന് താക്കോൽ എന്നെ ഏൽപ്പിച്ചിട്ട് ഈ ബംഗ്ലാവ് വിട്ടോളാൻ, ഇല്ലെങ്കിൽ പിടിച്ചിറക്കി വിടാൻ. പെണ്ണിന് ബുദ്ധിയുണ്ട്, അവള് ബാണം കെട്ടി. ഇനി കാമുകനും കൂടെ ബുദ്ധി വെച്ചാ വക്കച്ചന്റെ കാര്യം ഓക്കെ ആയി. ഒഴിയണ എങ്ങനെ ഒഴിയണോന്ന് ഔദപ്പാപ്പ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ദൈവം തമ്പുരാൻ പറഞ്ഞാലും ഔദപ്പാപ്പ പറഞ്ഞതേ ഞാൻ കേൾക്കൂ. എന്നോട് കളി വേണ്ട വർക്കിച്ച. അധികം കളിച്ചാൽ നിന്നെ ഞാൻ ഞെരിച്ചു പിഴിഞ്ഞ് മുറ്റത്ത് കുഴിച്ചു മൂടും. ആരെ പേടിച്ചാടി ഭാണ്ഡം കിട്ടിയത്? ഞാൻ പറയുന്നത് വരെ നീ ഇവിടെ വരും, ഇവിടത്തെ കാര്യങ്ങൾ നോക്കും. നിന്നോർത്തനും ഒന്നും ചെയ്യില്ല, മനസ്സിലായോ? അതിനകത്ത് പോ, എന്നിട്ട് പിന്നെ ഇത്തിരി വിഷങ്ങളൊക്കെ. മുത്തശ്ശിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ആഹാ, നീ ഇതിനകത്തുണ്ടായിരുന്നു. ഞാൻ കരുതി നിന്നെ ബംഗാളിലേക്ക് പണ്ടാറടക്കിന്ന്. ഇവളെന്തൊന്നും മിണ്ടാതെ പോണത്. മനുഷ്യനാണെങ്കി ഇപ്പൊ വിശന്നിട്ട് തല ചുറ്റി ഇപ്പൊ വീണ് ചാവും. അല്ല, തീയും കത്തുന്നില്ല. തീ കത്തിച്ചത് മതി, അതിന് പുക വന്നു. അപ്പൊ എനിക്ക് ഒരു കുറ്റിപ്പുട്ടുള്ളൂ. മുത്തശ്ശിക്ക് ഒരു കുറ്റിപ്പുട്ടല്ല, മുത്തശ്ശിക്ക് എനിക്കും കൂടി 1/2 കുറ്റിപ്പുട്ട്. ഇതിന്റെ പകുതിയെ പൊടിയുള്ളൂ, ബാക്കി മുഴുവൻ ആവിയാ.